കഴിഞ്ഞ തവണ ഡോക്ടറുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശന പോലെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് സോറിയാസിസ് പൂർണ്ണമായും മാറ്റാനാകുമെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ മാത്രമാണെന്നുള്ളത്. ഞാൻ ഇത്തവണ വീണ്ടും ചോദിക്കുകയാണ്, സോറിയാസിസ് പൂർണ്ണമായും വീണയുടെ മാറ്റാനാകുമോ? ഇന്റർവ്യൂ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് മാറിപ്പോയ പേഷ്യൻസ് ആണ് ആ വിമർശനങ്ങൾക്ക് ഉത്തരം. ഞാൻ അന്നും പറഞ്ഞ എന്താണ് ഇന്നും പറയുന്നത്, സോറിയാസിസ് നിങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണ്. ആ പ്ലേറ്റിൽ നിന്നുള്ള പ്രശ്നത്തിന് പരിഹരിക്കാൻ നിങ്ങളുടെ പ്ലേറ്റ് ആണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ ഗട്ടിലെ ബാക്ടീരിയയുടെ അബ്നോർമാലിറ്റീസ് ആണ് സോറിയാസിസ് ഉണ്ടാക്കുന്നത്. അതിനെ റിവേഴ്സ് ചെയ്യാം. അതിനെ വിമർശിക്കുന്നവർക്ക് അവരുടെ അടുത്തുള്ള ഒരു സോറിയാസിസ് പേഷ്യൻ്റ് നമ്മുടെ അടുത്തോട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഉത്തരം. അത് നമ്മൾ അവർക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കും. കാരണം ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അന്നും അഭിജിത്തോ നാച്ചുറോപ്പതിയോ ആത്മീയോ ഒന്നും മാജിക് ചെയ്യുന്നല്ല. അത് ആർക്കും ചെയ്യാം സർ. അത് കൃത്യമായിട്ട് അതിൻ്റെ സയൻസ് മനസ്സിലാക്കി അതൊരു ഫങ്ഷണൽ മെഡിസിനിലൂടെ അതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് പോസിബിളാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് തീരുമാനിച്ച കാര്യമാണ്. സോ സോറിയാസിസ് ഒരു റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ അഭിജിത്ത് ഡോക്ടറിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഡോക്ടർ വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു കോൺഫിഡൻസ് പേഷ്യൻറ്റിലേക്കോ കസ്റ്റമറിലേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിലേക്കോ ഒക്കെ ഭയങ്കരമായിട്ട് പാസ് ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ആത്മയുടെ വിജയവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഡോക്ടർ എന്താ പറയുക? ഒന്നുമില്ല, ആ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അതെ അതെ, വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ആത്മയ്ക്കും അഭിജിത്ത് ഡോക്ടർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.